നമ്മുടെ ഗോരഖ്പൂരുള്ള തടാകം കാണാൻ വന്നേക്കാണ്. അതെ, ഇവിടെ കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണത് കേട്ടാ. ഇവിടെ ഒരു ക്രൂയിസ് കപ്പലാണോ ബോട്ടാണോന്ന് അറിയില്ല, അറ്റത്ത് കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ വാർത്തകൾ ഇങ്ങനെ നടക്കണേ. നമ്മുടെ വെള്ളത്തിൽ ഓടിച്ചാടിയേ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഇവിടെ പക്ഷെ വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ, വാർത്തകൾ അവിടെ ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ രണ്ടെണ്ണം ഇരിക്കണേ കണ്ടാ. ഇവിടെ എന്തോ അവിടെയാണ് നമ്മുടെ ബോട്ട് കിടക്കണത്, അതിന്റെ ഉള്ളില്. അപ്പൊ ചേച്ചി, അഞ്ജലി, അനിലളിയൻ, ഞങ്ങൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പിലെ ആൾക്കാര്. സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. പക്ഷേ കുറെ സ്ഥലത്തൊക്കെ ഈച്ച വന്നിരിക്കണ നിറയെ. കുടിക്കാൻ തോന്നണ്ടോ? കഴിക്കാൻ തോന്നല്ലേ, പക്ഷെ ഇവർക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതാണ് എനിക്കൊരു ഡൗട്ട് എന്തെങ്കിലും പറ്റുമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഈച്ചകളൊക്കെ ഈ മിക്സർ പോലുള്ള എന്തിനാ പറയാടി, മിക്സറിൽ ഇതൊക്കെ ഇട്ട് തന്നെയാണ്. ബേൽപൂരിയുള്ള സാധനം നിറയെ ഈച്ചയൊക്കെ വന്നിരിക്കണം. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാടാ. നീ ചെയ്തോ അഭിപ്രായം പറഞ്ഞേ. എനിക്ക് വേണ്ട മറ്റേ സാധനം. ഓക്കെ, ഏത് ഈച്ചനെ? മറ്റേ സാധനം ടേസ്റ്റ് ചെയ്യാം, നമ്മുടെ പാനിപൂരി. ആദ്യം നമുക്ക് നമ്മൾ പോണ സ്ഥലത്തേക്ക് പോവാം. അളിയ എന്തെങ്കിലും പറയാനുണ്ട് അളിയാ? ആണോ? എന്തായാലും നല്ല രസമുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ബേൽപൂരി അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ടോയ്സ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിറയെ കടകളുണ്ടാവും, പെട്ടിക്കടകൾ പോലെ, പെരുന്നാൾ പോലെയാ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ കൂളിംഗ് ഗ്ലാസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു പോയായിരുന്നു. നമ്മൾ പാക്ക് ചെയ്തപ്പോൾ അത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ സ്ട്രീറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും കൂളിംഗ് ഗ്ലാസ് കാണുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമ്മുടെ താൽക്കാലികമായ ആവശ്യങ്ങളൊക്കെ എന്തായാലും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2-3 എണ്ണം മാറ്റി വെച്ച് നോക്കി ഏതാണ് നമ്മുടെ ഫേസിന് നല്ലതെന്ന്. അങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതിന് എത്രയായിരുന്നു ചേട്ടാ? 100 സംതിങ് ആയിരുന്നു. 100 രൂപ. 100 സംതിങ് പറഞ്ഞു. പിന്നെ ഒരു വില പേശിപ്പോൾ 100 തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കൂളിംഗ് ഗ്ലാസും കൂടി എടുത്തു. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇനി നേരെ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി ഇനി നേരെ പോവാണ്. ഈ ഐറ്റം വെച്ച് നോക്കിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഒരെണ്ണം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിന്ന് പോവാം. അപ്പോൾ നമ്മൾ ഈ ഷിപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പോൾ ഞങ്ങളിവിടെ വന്നത് പ്രമാണിച്ച് ഫ്രീ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമ്പത്തേക്ക് ഇതെല്ലാം ഞാൻ ഓർഡർ ആക്കി എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് നേരെ 100 രൂപയുടെ കണ്ണാടയും വെച്ച് ഷിപ്പിലേക്ക്. അത് ഞങ്ങൾക്ക് പുറത്തു പോവാം. അപ്പൊ ഞങ്ങള് ആദ്യം ഉള്ളിലേക്ക് കയറി നോക്കാൻ പോയതാ. പിന്നെ വിചാരിച്ചു പുറത്തുനിന്ന് കറങ്ങി നോക്കിട്ട് വരാന്ന്. റെസ്റ്റോറന്റ് പക്ഷെ കപ്പലാണ് അല്ലേ? ഒറിജിനൽ കപ്പൽ തന്നെയാ. ഞങ്ങളുടെ നേതാവ് മുന്നേക്ക് ഞങ്ങളെ ആനയിച്ച് കൊണ്ടുവന്നു. ഓ, സ്പീഡ് ബോട്ട്. ആ ബോട്ടിലാണ് നമ്മൾ കയറാൻ വന്നേണ്. ബോട്ടിൽ കയറാൻ ഞങ്ങൾ പോയതാ. അപ്പൊ ഈ ബോട്ടിനുള്ളിൽ ഫ്രീ ആയിട്ട് കയറിക്കോളാൻ പറയുമ്പോ നേരം ഇങ്ങോട്ട് പോകുന്നു. എവിടെ? ആരും കാണാനില്ലല്ലോ, തിരക്കൊന്നും ഇല്ലല്ലോ. വാർത്തകളിലുള്ള പോക്ക് വയ്ക്ക് വലിയ വലിയ വാർത്തയുണ്ട്, താറാവുണ്ട്. ആരും പിടിക്കാൻ വരികയല്ലേ, അവരുടെ ഇഷ്ടത്തിന് നടക്കാം. ഫ്രീ ആയിട്ട് പോവാണ്.
ഇവരടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായ ഇത് വാത്തയല്ലായിരുന്നു, ഇത് താറാവായിരുന്നു, വെള്ള താറാവ്. അവിടെ ഇടയിലൊക്കെ മാത്രമേ വാത്തോളുള്ളൂ, ബാക്കിയൊക്കെ താറാവാണ്, വെള്ള താറാവ്. എന്നാലും കാണുമ്പോൾ വാത്തേനെ പോലെ എല്ലാം ഒരേ പോലെ ഇരിക്കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ നടക്കുന്നതൊക്കെ താറാവ്. ആ താറാവല്ലാട്ടത് വാത്തയാ. വാത്ത വാത്ത വാത്ത. എനിക്ക് മനസ്സിലാവുന്നത് ഇത് വാത്തയാ. വാത്ത വാത്ത തന്നെയാണോ? ആണ്, കണ്ടറിഞ്ഞൂടെ വാത്ത? അല്ലല്ലേ താറാവാ. താറാവ് താറാവാ വെറുതെ പറയാ, കണ്ടറിഞ്ഞൂടെ താറാവാണ്. എനിക്ക് തിരിച്ചു പോണം. ഇനി തിരിച്ചു പോകാൻ പറ്റില്ല ചേട്ടാ. ചേട്ടാ റിവ്യൂ ചെയ്യാൻ തീവരണം കിടക്കണ്ട്. ആക്ച്വലി ഇതാണ്ടോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഈ റിക്ഷ. ഓക്കെ ഓക്കെ. ഈ റിക്ഷയ്ക്ക് ആക്ച്വലി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ചോദിക്കായിരുന്നു. ഇതല്ല ശരിക്കും ആ ഓപ്പൺ ആയിട്ടുള്ളത് കാണിക്കണം. ശരിയാ, ഇത് വേറെ സാധനം. എവിടെ? ആ പേര് ലേക്ക് ക്യൂൻ ഗോരപ്പൂർ. അതിനാണ് ഞങ്ങളുടെ ഗൈഡ്. അതിന് മുകളിലുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല. ഇവിടെ ഇരിക്കാം കുറച്ചു നേരം വേണമെങ്കിൽ. അപ്പൊ ഞങ്ങള് ഷിപ്പിലേക്ക്, നമ്മുടെ ലേക്ക് ക്യൂൻ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറണം. ഷിപ്പല്ലല്ലോ, ബോട്ടല്ലേ. ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ പുറത്തു വന്ന് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാണ്ട് എല്ലാരും കൂടി. ടൈം ആവണുള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ ആള് ഫുള്ളായി പിന്നെ അവർ കയറ്റൂല. ഫുള്ളായാലും കയറ്റും നമ്മളെ. ആണോ? അല്ല ഫുള്ളായി പിന്നെ എങ്ങനെ കയറ്റവര്? അതിന് നമ്മള് കയറ്റുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അത് ആ ഷിപ്പിലായിരുന്നു നമ്മൾ നേരത്തെ നമ്മളെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ നമ്മളോട് കയറിക്കൊള്ളാൻ പറഞ്ഞത്. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട്. നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് നിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ്? എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നുന്നില്ല. ഒരു ബോട്ട് കയറണമെന്ന് ആഗ്രഹമുണ്ട്. മോളി കയറിയ സൂപ്പർ ആയിരിക്കും തോന്നുന്നു. മോളി കയറ്റില്ല ഏട്ടാ നമ്മളെ? ആണോ? ആണോ? എന്നാ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ആ അപ്പൊ നമ്മള് നേരെ ഷിപ്പിലേക്ക് കയറാൻ പോകണം. എപ്പോഴും ആയാലും ഷിപ്പ് എന്ന് പറഞ്ഞ ബോട്ടാണല്ലേ. ഇതിന്റെ ഉള്ളിലോ തന്നെയാണല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രൻസ്. കയറി കഴിയുമ്പോ ഇങ്ങനെയുണ്ടോ. അപ്പൊ നമ്മള് വന്നത് ഷിപ്പിന്റെ നല്ല വ്യൂ ഉള്ളോടി ഇവിടെ നിന്നെ കാണാനായിട്ട്. ആ അപ്പൊ അങ്ങനെ ഞങ്ങള് മുകളിലെത്തി, ഷിപ്പിന്റെ ഏറ്റവും മുകളിൽ. ഓ മൈ ഗോഡ്, സൂര്യൻ അവിടെ നിന്ന് അസ്തമിച്ചു വരുന്നു. ഇവിടെ സ്പീഡ് ബോട്ട് പോണ്.
അടിപൊളി. ഫുൾഫില്ലായി കഴിഞ്ഞാൽ ഇത്രയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടെ മുകളിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടാ, ഞങ്ങൾ മാത്രമേ ഫസ്റ്റ് കയറിയായിരുന്നെ. താഴത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലേക്ക് ആരും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വൈകുന്നേരം രാത്രിയാവുമ്പോൾ കയറാനായിട്ടുള്ള സെറ്റപ്പിൽ നിൽക്കാൻ തോന്നും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ക്ലൈമറ്റ്. നമ്മുടെ സൂര്യൻ പോവാൻ പോണേൻ്റെ ആ ഒരു ലൈറ്റിങ് അടിപൊളി. അപ്പോൾ ഞങ്ങൾ കാപ്പി ഓർഡർ ചെയ്തു. അങ്ങനെ കാപ്പി കുടിക്കുകയാണ്. അഞ്ജലി മിൽക്ക് ഷേക്കായിരുന്നു പറഞ്ഞ്. അപ്പം നല്ല എന്താ പറയുക, ചൂടുമില്ല തണുപ്പില്ലേ, ചോക്ലേറ്റ് ഷേക്ക്. അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളിതേ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഫാമിലിയല്ലേ വന്നുള്ളൂ. അധികം വലിയ ഞാൻ ശരിക്കും ആലോചിച്ചു അവർക്ക് എങ്ങനെ ഇത് മുതലാവണത്. കാരണം പക്ഷെ 4 ഫാമിലി മുകളിലുണ്ടായി, 2 ഫാമിലി അടിയിലുണ്ട്. അല്ല, താഴത്തുണ്ടാവുമായിരിക്കും. നമ്മൾ ഫാമിലി ഉണ്ടായുള്ളൂ. ആണോ? അപ്പം എന്തായാലും ഒരു 20 മിനിറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ടൈം. എന്തായാലും നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയാ, ഒന്ന് നമുക്ക് കടലിൽ പോവാം. കടലിൽ പോവാം, വർത്താനം പറഞ്ഞിരിക്കാം, പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറഞ്ഞ ഒരു ക്ലൈമറ്റ്. കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. സൂര്യാസ്തമയത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടായി, പ്രത്യേക ലൈറ്റിംഗ്. അതന്നെ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ മ്യൂസിക് ആയിരുന്നു, അതുകൊണ്ട് റിയൽ വോയിസ് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യണത്, ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കുന്നത് ലക്നൌവിൽ ഇരുന്നിട്ടാണ്. ഇവിടെയാണെങ്കിൽ നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂ ആണ്, നമുക്ക് അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു കേട്ടോ. കമൻറ്റൊക്കെ ഇട്ടോളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.